ഹലോ, കുളിത്തേവാരമെല്ലാം കഴിഞ്ഞ് കുറച്ച് ക്യൂട്ട്നെസ്സൊക്കെ വാരി വിതറി ഞാൻ പോകുന്നത് എൻ്റെ കയ്യിൽ കുറച്ച് കുപ്പിയും പാട്ടിന് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അനാവശ്യമായിട്ട് ദൂരെ കളയുന്ന ഈ സാധനങ്ങൾ ബൂട്ട്സിനകത്ത് റീസൈക്കിൾ ബൂട്ട്സ് എന്ന് പറയുന്ന റീസൈക്ലിംഗ് പോയിന്റിൽ കൊണ്ട് ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് പോയിൻറ്റ്സ് കയറും. അഡ്വാൻറ്റേജ് കാർഡിലെ പോയിൻറ്റ്സ് നമുക്ക് നെക്സ്റ്റ് ടൈം പർച്ചേസിന് റെഡീം ചെയ്യാവുന്നതാണ്. റീസൈക്കിൾ ബൂട്ട്സ് എന്ന് പറയുന്ന ഒരു ആപ്പാണ് നിങ്ങൾക്ക് വേണ്ടു. അതിലുണ്ടാവും QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ. അപ്പോൾ ചെയ്യാത്തവർ അത് ചെയ്യുക. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ പുറത്ത് കൊട്ടും പാട്ടും കേട്ട് പോയി നോക്കുമ്പോൾ ഒരു ഇൻ്റർനാഷണൽ സർക്കസ് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹൈ സ്ട്രീറ്റിൽ, വിച്ച് ഇസ് കോൾഡ് വേർലി ഗിഗ്. നല്ല രസമുണ്ടായിരുന്നു. ഒരു 4-5 ഡിഫറെൻറ്റ് സ്റ്റേജസിൽ കുറച്ച് സർക്കസ് പരിപാടീസ്, ഡാൻസ്, പിന്നെ റോപ്പ് ക്ലൈമ്പിങ്, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഈ പിള്ളേർ കളിക്കുന്നത് കാണാൻ. പിന്നെ കുറേയൊക്കെ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ അച്ഛൻ്റെ കൂടെ ജംബോ സർക്കസ് കാണാൻ പോകുമായിരുന്നു. നമ്മുടെ നാടിനടുത്ത് പെരുമ്പിലാവിൽ എല്ലാ വർഷവും ജംബോ സർക്കസ് വരുമായിരുന്നു. അപ്പോൾ മിക്കവാറും രാത്രി ഒരു 9 മണി 9:30 നേരത്തായിരിക്കും ഈ പരിപാടി. ഞാനും അച്ഛനും അപ്പുറത്തെ വീട്ടിലെ പ്രതിയേട്ടനും പ്രശാന്തേട്ടനും പ്രമോദേട്ടനും ഒക്കെ കൂടി, ഇവരൊക്കെ ബ്രദേഴ്സാണ്, എല്ലാം കൂടി ഞങ്ങൾ ഈ പ്രോഗ്രാം കാണാൻ ചെറുതാകുമ്പോൾ പോയത് എനിക്ക് എപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അങ്ങനെ കുറച്ച് നോസ്റ്റൊക്കെ അടിച്ച് പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി കുറച്ച് ബിരിയാണി ഉണ്ടാക്കി. ബിരിയാണി ദമ്മിട്ടിരിക്കുന്ന സീനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാൻ ദമ്മ് പൊട്ടിക്കാൻ പോവുകയാണ് ഗൈസ്. നമ്മളെപ്പോഴും ഉണ്ടാക്കുമ്പോൾ കുറച്ച് ബൾക്കായിട്ട് ഉണ്ടാക്കും, എന്നിട്ട് കുറച്ച് ഫ്രീസ് ചെയ്യും, കാരണം എപ്പോഴും ഉണ്ടാക്കണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ ബിരിയാണി ദമ്മൊക്കെ പൊട്ടിച്ച് ബിരിയാണി എല്ലാം കഴിച്ച് ഇന്നത്തെ വീഡിയോ എൻ്റെ ഒപ്പം ചെയ്യുകയാണ് ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.